നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPLൻ്റെ മിനി ഓപ്ഷൻ കാത്തിരിക്കുകയാണല്ലോ. നാളെയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ പൂരം. ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം 2:30 അബുദാബിയിൽ ഓപ്ഷൻ ആരംഭിക്കുക. അപ്പോൾ ഓരോ ഫ്രാഞ്ചൈസികളുടെയും ആരാധകർ തങ്ങളുടെ ടീമിൻ്റെ ഇനിയുള്ള ആവശ്യം എന്താണ്, ഓപ്ഷനിൽ എങ്ങനെയായിരിക്കും സ്ട്രാറ്റജി, ഇതൊക്കെ നോക്കുകയാണ്. ടാർഗറ്റ് ചെയ്യുന്ന താരങ്ങൾ ആരൊക്കെയാണ്. അത്ര വലിയ ഒരു ആവേശത്തോടെ അല്ലാതെ ഓപ്ഷനെ സമീപിക്കുന്ന ഒരു കൂട്ടം ആരാധകർ ഒരു പക്ഷേ മുംബൈ ഇന്ത്യൻസിനായിരിക്കും ഉണ്ടാവുക. കാരണം അവരുടെ കയ്യിലുള്ള പണം തുലോം തുച്ഛമാണ്. അതിൻ്റെ അർത്ഥം അവരുടെ ടീം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ഏതാണ്ട് എല്ലാ ബേസിക്സും അവർ കവർ ചെയ്ത് കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ 1-2 കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് ഈ ഓപ്ഷനിൽ. അപ്പോൾ അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ വിലയിരുത്തുകയാണ്. ഓപ്ഷന് മുന്നോടിയായിട്ട് നമ്മളൊരു വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ടല്ലോ, പ്രീ ഓപ്ഷൻ അനാലിസിസ്. കുറച്ച് എപ്പിസോഡുകളൊക്കെ ചെയ്തു. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ്. ആസ് യു നോ, മുംബൈ ഇന്ത്യൻസിൻ്റെ പേഴ്സിൽ 2.75 കോടി മാത്രമാണ് ബാക്കിയുള്ളത്. ഏറ്റവും കുറഞ്ഞ എമൗണ്ടും കൊണ്ടാണ് അവർ ഇറങ്ങുന്നത്. പക്ഷേ 5 സ്ലോട്ടുകൾ അവൈലബിൾ ഉണ്ട്. ഒരു സ്ലോട്ട് ഓവർസീസ് സ്ലോട്ടുമാണ്. അപ്പോൾ നമ്മൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു സ്ക്വാഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കറണ്ട് സ്ക്വാഡ് വെച്ചൊരു പ്രോബിൾ 12 നമ്മൾ ഉണ്ടാക്കിയാൽ സ്ക്വാഡ് ഫില്ലാണ്. രോഹിത് ശർമ്മ, റിയാൻ റിക്കിൾട്ടൺ, തിലക് വർമ്മ, വിൽ ജാക്സ്, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, നമാൻദിർ, മിച്ചൽ സാൻഡർ, ദീപക് ചാഹർ, ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, അശ്വിനി കുമാർ. ഇനി മറ്റു താരങ്ങളാണെങ്കിൽ ഷെർഫിൻ റുദർഫോർഡ്, അല്ല ഗസൻഫർ, കോർബിൻ ബോഷ്, മായങ്ക് മാർക്കണ്ഡെ, രഘു ശർമ്മ, രാജ് അങ്കദ് ഭവ, റോബിൻ മിൻസ്, പിന്നെ ഷാർദുൽ താക്കൂറിനെ എത്തിച്ചിട്ടുണ്ട്. സോ ഗുഡ് സ്കോഡാണ്. അപ്പോൾ ഇനി എന്താണ് അവർക്ക് ആവശ്യം എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഓൾ ബേസുകളും കവേർഡാണ്. പക്ഷേ 2 കാര്യങ്ങൾ വേണം. ഒന്ന് റിയാൻ റിക്കിൾട്ടന് ഒരു ബാക്കപ്പ് വേണം. അതവർക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് റിക്കിൾട്ടൻ്റെ ഇപ്പോഴത്തെ ഫോമിൻ്റെ കാര്യത്തിൽ ചെറിയ ആശങ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടി അവർക്കൊരു ഓവർസീസ് ഓപ്പണർ അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ വേണം. റിയാൻ റിക്കിൾട്ടൻ്റെ ബാക്കപ്പായിട്ട് അത് MIയുടെ ടാർഗറ്റിലൊന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ഡൊമസ്റ്റിക് മിഡിൽ ഓർഡർ ബാറ്ററെ അവർ ഓപ്ഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ തുകയാണ് കയ്യിലുള്ളത്. അത് വെച്ചുകൊണ്ട് അവരുടെ ഫസ്റ്റ് ചോയ്സൊക്കെ അവർക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. കുറച്ചുകൂടി ടാക്റ്റിക്കലായിട്ട് അവർ ഇടപെടും എന്ന് വേണം കരുതാൻ. അപ്പോൾ അവരുടെ ഒരു ടാർഗറ്റ്, പൊട്ടൻഷ്യൽ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ജോണി ബെയർസ്റ്റോ, കുഷാൽ മെൻഡിസ്, ജെയ്മി സ്മിത്ത്, ടിം സിഫേർട്ട്, ഈ താരങ്ങളെ അവർ ഫോക്കസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ മിഡിൽ ഓർഡറിലൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അവർ ഓപ്ഷന് ശേഷം ട്രേഡ് വിൻഡോ വീണ്ടും ഓപ്പൺ ആവും. അപ്പോൾ ആ സമയത്ത് അവർ ട്രേഡിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമെന്നാണ് പലരും വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഇഷാൻ കിഷനൊക്കെ തിരികെ എത്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രത്തോളം നടക്കും എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഓപ്ഷന് ശേഷം ചില മൂവുകൾ കൂടി നടന്നേക്കും. ഇപ്പോൾ ഇതാണ് മുംബൈയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.